ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നപ്പം നമുക്കൊന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആസ് യൂഷ്വൽ കഴിഞ്ഞു ഇന്ന് രാവിലെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ നമുക്ക് കുക്കിങ്ങിനോട്ട് പോവാം. അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞണ്ട് വെക്കാം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മൈ ഫേവറേറ്റ് മീൻ മുട്ടയും കിട്ടിയിട്ടുണ്ട്, നെമ്മീന്റെ മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും നമുക്ക് ഇന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പൊ രാവിലെ നമുക്ക് കിച്ചണിലോട്ട് പോവാം. എന്തുവാ നിവാനക്കുട്ടി രാവിലെ ഞാൻ ഹോംവർക്ക് എഴുതാൻ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് കിച്ചണിലെ ജോലിയുണ്ട്. അപ്പൊ ഞാൻ നിവാനയ്ക്ക് ഹോംവർക്ക് എഴുതാൻ അവൾ ഇരുന്ന് എഴുതിക്കോളും കേട്ടോ, നല്ല കുട്ടിയാ. അപ്പം ഫ്രൈഡേസ് മാത്രമാണ് അവർ ഹോംവർക്ക് കൊടുത്തു വിടുന്നത്. അപ്പൊ സാറ്റർഡേ സൺഡേ ടൈം ഉണ്ട്. അപ്പം ഇംഗ്ലീഷും മാത്സും ആണ് കൊടുത്തു വിടുന്നത് കേട്ടോ. രണ്ടെണ്ണേ ഉള്ള ഹോംവർക്ക്, അത് പെട്ടെന്ന് എഴുതുക. അപ്പൊ ഇപ്പൊ വൈ എഴുതിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് തന്നെ ഇലക്ഷന്റെ റിസൾട്ട് ഇല്ല. ഇപ്പൊ രാവിലെ ഒരു ടി വി വെച്ചേക്കുവാണ്, ഏട്ടനൊക്കെ ഇരുന്ന് കാണുവാണ്. അപ്പൊ എഴുതി കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കണേ. അപ്പൊ ഇന്നലെ രാത്രി മേടിച്ചോളൂ കേട്ടോ ഏട്ടാ. ഞണ്ടുണ്ട്, പിന്നെ നമ്മുടെ മീൻ മുട്ടയുണ്ട്. മീൻ മുട്ട ഐസ് ഇറങ്ങിയിട്ടില്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഞണ്ട് ക്ലീൻ ചെയ്യാൻ വളരെ ഈസി ആട്ടോ. എന്റെ ഫേവറേറ്റ് മീനാണ് കേട്ടോ ഞണ്ട്. കൊഞ്ച് കണവയൊക്കെയാണ് കേട്ടോ എന്റെ ഫേവറേറ്റ് മീന്. പക്ഷെ ഇവിടെ ഏട്ടൻ കഴിക്കത്തില്ല ഞണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് ഇടയ്ക്കൊക്കെ ഇപ്പൊ മാരേജിന് മുമ്പ് ഏട്ടൻ കഴിക്കാറേ ഇല്ലായിരുന്നു ഞണ്ട്. അപ്പൊ മാരേജിന് ശേഷം ഞാനിങ്ങനെ ഏട്ടനെ കഴിക്കാൻ ശീലിപ്പിച്ച് ഞാനിങ്ങനെ എടുത്തു കൊടുത്താൽ ഏട്ടൻ കഴിക്കാം. അല്ലാതെ ഏട്ടന് കഴിക്കാൻ അറിയത്തില്ല ഞണ്ട്. ഞണ്ടധികം അവർക്ക് കഴിക്കുന്നത് അതിന്റെ താല്പര്യമില്ല. ഞാനത് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് അതിന്റെ ഗ്രേവി ഒക്കെ കഴിക്കും, ഈ അരപ്പൊക്കെ കഴിക്കും. പക്ഷെ പീസസ് കഴിക്കത്തില്ല. അപ്പൊ ഞാനിപ്പോ പൊട്ടിച്ച് പീസ് കൊടുക്കുവാണെങ്കിൽ കഴിക്കും. വേണം നമ്മൾ ഞണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഞണ്ട് ക്ലീൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. എല്ലാവരും പറയും എനിക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയില്ല. വളരെ ഈസിയാണ് ഞണ്ട്. ഇതുപോലെ കാലൊടിച്ചെടുക്കുക, ഇതുപോലെ ഇങ്ങനെ ഇതാ ഇളക്കിയെടുക്കുക, ഇത്രയേ ഉള്ളൂ. വളരെ ഈസി. ഇവിടെ കുറച്ച് അതിൻ്റെ വേസ്റ്റ് ഉണ്ട്, അതും എടുത്ത് കളയുക. ജ്യൂസോ? എന്താ ജ്യൂസ്? പൈനാപ്പിൾ ജ്യൂസ്. സൂപ്പർ പൈനാപ്പിൾ ജ്യൂസ് ആണ്. ഇതാണ്ടോ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അതാ വരുന്നു ഗൈസ്. വേണം ഫ്രൂട്ട്സ് അല്ലാതെ ഏട്ടൻ പുറത്തു പോയിട്ട് മേടിച്ചിട്ടുണ്ട്. ഫുള്ള് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഞണ്ട് തോരൻ വെക്കാം. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കാം. ഞാൻ എപ്പോഴും കല്ലിലാട്ടോ ചതയ്ക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കുറച്ച് 2-3 ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് പെരിഞ്ചീരകം ഇടണം. പെരിഞ്ചീരകം ഇടുമ്പോൾ ഞണ്ടിൻ്റെ തോരത്തിന് നല്ല ടേസ്റ്റ് ആട്ടോ, ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. പിന്നെ അതിലേക്ക് കടുവറുത്ത് വറ്റൽമുളകും ഇട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞണ്ടിനെ എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് പുരട്ടി എടുക്കട്ടെ. വരണ്ട് വരുമ്പോൾ നമുക്ക് ഈ ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് ഫുൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഇത് അടച്ചു വെക്കാം. ഞണ്ടിന്റെ കളർ മാറി വന്നതിന് ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഞണ്ടിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അരപ്പിട്ട് കൊടുക്കാം. അതിന് തേങ്ങയിലും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും പുളിയും, ഒരു ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം. ഞാൻ മാങ്ങ വെച്ചാണ് കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്, പച്ചമാങ്ങ വെച്ചിട്ട്. അപ്പോൾ പച്ചമാങ്ങ നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഈ പച്ചമാങ്ങ അരയ്ക്കുന്നതിന്റെ കൂടെ തന്നെ ഇതിന്റെ അരപ്പും കൂടെ ചേർക്കാം. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇടാം. പിന്നെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ഇടുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഒരു ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് കേട്ടോ ഇടുന്നത്. ഇവിടെ അധികം എരി വേണ്ട.
പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഞണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ലാസ്റ്റായിട്ട് ടോപ്പിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഞണ്ട് തോരൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുളിശ്ശേരി വയ്ക്കാനായിട്ട് ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുകിട്ട് വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കട്ടി തൈരാണ് കേട്ടോ ഒഴിക്കുന്നത്. ആ തൈരും കൂടെ ഒഴിച്ചൊന്ന് അനന്ന് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി റെഡിയാണ്. അപ്പോൾ അത് ആ പുളിശ്ശേരി ഉണ്ടോ, പുളിശ്ശേരിക്ക് ഇവിടെ ഒരുപാട് ഫാൻ ഉണ്ട് കേട്ടോ. ഇവാനയ്ക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എരി അധികം ഇടാത്തത്. കണ്ടോ, ഇത് ഈ പുളിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നെടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. അപ്പോൾ ആ സമയം കൂടെ കുറച്ച് പ്ലേറ്റ്സും വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് വാഷ് ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ആ സമയം കൊണ്ട് ഇവാന പിന്നെയും പുളിശ്ശേരിയിലിട്ട് കൈ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും ഇവാനയും പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇവാനയ്ക്ക് ഇനി ചോറ് കൊടുക്കണം, പിന്നെ എനിക്കും കഴിക്കാനുണ്ട്. അപ്പോൾ ഞാനും കഴിച്ചിട്ട് ഇനിയിപ്പോൾ വരാം. കാരണം ഇനിയിപ്പോൾ മീൻ മുട്ട വെക്കാനും കൂടെ ഉണ്ട് കേട്ടോ. മീൻ മുട്ട വെക്കാൻ ലേറ്റ് ആയിട്ടുണ്ട് പൊള്ളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവാനയ്ക്ക് ചോറ് കൊടുത്ത് ഞാനും കഴിച്ചിട്ട് പോയി എടുക്കാമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ നമുക്ക് മീൻമുട്ട പൊള്ളിക്കാം. അപ്പോൾ മീൻമുട്ട ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്തിട്ട് വേണം എപ്പോഴും കട്ട് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ആ മീൻമുട്ട എല്ലാം വാഷ് ചെയ്യുമ്പോൾ തന്നെ പോകും കേട്ടോ. അപ്പോൾ അതിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകും കുറച്ച് ഗരം മസാല ഇട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് കുറച്ച് സവാളയും തക്കാളിയും കട്ട് ചെയ്തെടുക്കാനുണ്ട്. നമ്മുടെ മീൻമുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ഉള്ളി വരട്ടാനിടാം. ഉള്ളിയും പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൊണ്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഉള്ളി നല്ല പോലെ വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂ അരച്ച് ചേർത്തു. അതിനുശേഷം അതൊന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം. അത് നല്ലപോലെ വറ്റി വരുമ്പോൾ നമ്മുടെ മസാല റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വാഴയിലയും കൂടെ വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ വാഴയില വാട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മേലിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലിലായിട്ട് നമുക്ക് ഇനിയിപ്പോൾ മീൻമുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. മീൻമുട്ട വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലിലും കൂടെ ഒരു ലെയറും കൂടെ മസാല വെച്ച് നമുക്കിത് മടക്കി എടുക്കാമെന്നാണ്. അപ്പോൾ മീൻമുട്ട ഞാൻ കരുതി കേട്ടോ രാത്രി ഡിന്നറിന് എടുക്കാമെന്ന്. അപ്പോൾ ഡിന്നറിന് ചപ്പാത്തിയും മീൻമുട്ടയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, മീൻമുട്ട പൊള്ളിച്ചതുമായിട്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടാട്ടോ മീൻമുട്ട പൊള്ളിക്കാനായിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് ഇത് പൊതിഞ്ഞിട്ട് നമുക്ക് ദോശക്കല്ലിൽ രണ്ട് സൈഡ് നമുക്ക് പൊള്ളിച്ചെടുക്കാമെന്നാണ്. ഞാൻ ദോശക്കല്ലിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ ഇത് വെച്ചിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു പാൻ വെച്ചൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ആ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇനിയിപ്പോൾ അടച്ചു വെക്കാം. അപ്പൊ അങ്ങനെ ഗൈസ് എല്ലാം കഴിഞ്ഞു. മീൻമുട്ട റോസ്റ്റ് ചെയ്ത് നമ്മൾ പൊള്ളിച്ചിട്ട് കഴിച്ചില്ല, കാരണം കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പൊ നമ്മൾ ചോറും ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനിപ്പോ ഡിന്നറിന് ചപ്പാത്തി ആയിട്ട് മീൻമുട്ട പൊള്ളിച്ചതുമായിട്ട് നമുക്ക് കഴിക്കാൻ രാത്രി. അപ്പൊ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഇവാനെ കുളിപ്പിക്കണം. അപ്പൊ ഇനിയിപ്പോ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ലാപ്ടോപ്പിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാം. അപ്പോൾ അതിനിടയ്ക്ക് ഇവാന ഓറഞ്ച് ആട്ടോ വരുന്നത്. ഇവാനയ്ക്ക് ഓറഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓറഞ്ച് ഇങ്ങനെ ഓരോന്നോട്ട് എടുത്തിട്ട് നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ വായിൽ കൊണ്ട് വെച്ച് തരുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്കൊരു ഫിഷിൻ്റെ ഫുഡ് മേടിക്കണമായിരുന്നു. ഫിഷ് മേടിച്ചിട്ടില്ല, കാരണം ഫിഷ് ടാങ്ക് ഇതുവരെയും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇനി ഫിഷ് മേടിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ചേച്ചിയാണ് കേട്ടോ, ഈ ചേച്ചിയുടെ ഷോപ്പിലെ സ്റ്റാഫ്. ഭയങ്കര പാവം കേട്ടോ ചേച്ചി, ഭയങ്കര കോമഡി കേട്ടോ. അവിടെ ചെന്ന് നമുക്ക് ഭയങ്കര ഇഷ്ടം. കുറേ നേരം ഈ ചേച്ചിയായിട്ട് സംസാരിച്ചേക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രിയായിട്ട് എനിക്ക് 2-3 ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് മാറ്റിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് മേടിക്കാൻ പോയതാണ്. അപ്പോൾ പിന്നെ ചെന്ന ഉടനെ ഇവാനാണ് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. പിന്നെ ഇവാനയ്ക്ക് 2-3 ഡ്രസ്സൊക്കെ അവിടെ നിന്ന് മേടിച്ചു. വീട്ടിലിടുന്ന നൈറ്റ് ഡ്രസ്സൊക്കെയാണ് കുറച്ച് മേടിച്ചത്. നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. എല്ലാം ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. എല്ലാം 1000 അകത്ത് വരുന്നതാണ്. കുട്ടികളുടെയൊക്കെ 150-200 റുപ്പീസൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മേടിച്ചത് ഇവാന ഹാപ്പി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയി ഇതൊന്നും ചായയും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ രാത്രി പോകുന്ന വഴിക്ക് നമ്മൾ ചായയും കൂടെ കുടിച്ചു. അപ്പോൾ ചായ മാത്രമേ ഞാൻ കുടിച്ചുള്ളൂ കേട്ടോ. ഏട്ടൻ എന്തോ ഒരു കഴിക്കാനും സ്നാക്സ് മേടിച്ചു, ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഞാൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് വന്നു. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡിന്നർ കഴിക്കാം. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്ന് ഞങ്ങൾ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷൊക്കെ ആയി. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന സമയം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ചപ്പാത്തി നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി മേടിച്ചു. അപ്പോൾ നമ്മുടെ ഞണ്ട് തോരനും ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സലാഡ്സ് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ച് ഞാൻ പിന്നെ ഒന്നും കൂടെ എടുത്ത്
ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് പൊള്ളിച്ചത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതിനിടയിൽ ഇവാനെ ഉണ്ട്. അപ്പോൾ ഇവാനയ്ക്ക് കുറച്ച് ചപ്പാത്തി വെച്ച് കൊടുത്തു കേട്ടോ. ഇവാനയ്ക്ക് മീൻമുട്ട ഇഷ്ടമല്ല കേട്ടോ. ഏട്ടന് ഇഷ്ടമില്ലാത്ത ഒരു ഫുഡും അവൾക്കും ഇഷ്ടമല്ല കേട്ടോ. അവർ രണ്ടും ഫുഡിന്റെ കാര്യത്തിൽ സെയിം ആണ്. ഇതാ കണ്ടോ, നല്ല മീൻമുട്ടതാ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നോ, കാരണം ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഇപ്പോഴാണ് കഴിക്കുന്നത്. സൂപ്പർ ഗൈസ്, നെമ്മീൻ്റെ മുട്ട കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ കുറച്ച് മീൻമുട്ട ഫ്രൈ ചെയ്ത് പൊള്ളിച്ചേണ്ട ബാക്കി കേട്ടോ, കുറച്ചേ ഉള്ളൂ. ആ പൊടിയെല്ലാം ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ഗൈസ്.